ഹലോ സ്റ്റുഡൻസ്, നമ്മുടെ സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് ടോപ്പിക്ക് ആംഗിൾസ് കഴിഞ്ഞു. അടുത്ത ടോപ്പിക്ക് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ആൻഡ് ഐഡൻറ്റിറ്റീസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്തുനിന്ന് ഒരു പ്രോബ്ലം ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ എന്താണ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്ന് നമുക്ക് ആദ്യം പഠിക്കാം. അതിന് ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കണം. ദിസ് ഇസ് എ റൈറ്റ് ട്രയാങ്കിൾ എ ബി. ഇതിന് റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയാൻ കാരണം ആംഗിൾ ബി 90 ഡിഗ്രിയാണ്. ഒരു ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയാൽ അതിനെ റൈറ്റ് ട്രയാങ്കിൾ എന്നാണ് പറയുന്നത്. നമ്മൾ ഈ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എല്ലാം ഡിഫൈൻ ചെയ്യുന്നത് റൈറ്റ് ട്രയാങ്കിളിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പം ഈ ആംഗിൾ 90 ഡിഗ്രി, ഈ ട്രയാങ്കിളിൻ്റെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിനൊരു പേരുണ്ട്. ആ പേര് ഹൈപ്പോട്ടന്യൂസ് എന്നാണ്. അപ്പോൾ ഇതിന് പറയുന്ന പേര് ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയും. ഇനി ഈ ആംഗിളിലേക്ക് തീറ്റ എന്ന് കൊടുക്കുമ്പോൾ ഒരു ആംഗിളാണ്, അതിന് തീറ്റ എന്ന് പേര് കൊടുക്കുന്നു. അപ്പോൾ ഇനി രണ്ട് സൈഡും കൂടെ ഉണ്ട്. ഒന്ന് തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്. ആ തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് സൈഡിന് നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് തന്നെ പറയും. ഇനി അപ്പോൾ രണ്ട് സൈഡിന്റെ പേര് കൊടുത്തു. ഒന്ന് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് സൈഡ് ഹൈപ്പോട്ടന്യൂസും, തീറ്റ എന്ന് പറയുന്ന ആംഗിളിന് ഓപ്പോസിറ്റ് സൈഡിന് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയും. ഇനി മൂന്നാമത്തെ സൈഡ് തീറ്റയോട് ചേർന്ന് കിടക്കുന്ന സൈഡാണ്, അതിന് അഡ്ജസന്റ് സൈഡ് എന്ന് പേര് കൊടുക്കും. അഡ്ജസന്റ് സൈഡ് എന്ന് പേര് കൊടുക്കും. അപ്പോൾ മൂന്ന് സൈഡ് നമുക്ക് കിട്ടി. ഇനി ചെയ്യാൻ പോകുന്നത് ഓപ്പോസിറ്റ് സൈഡ്. അതൊരു ലെങ്ത് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ഒരു ഡിസ്റ്റൻസ്, അതിന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓപ്പോസിറ്റ് സൈഡ് ഈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്ന ഒരു റിയൽ നമ്പർ ആയിരിക്കും, അളന്ന് നോക്കാം. അതിന് ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് ഓപ്പോസിറ്റ് സൈഡിനെ നിങ്ങൾ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഒരു റേഷ്യോ ആണ് കിട്ടുന്നത്. ഒരു നമ്പറിനെ മറ്റൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റേഷ്യോ ആണ്. അപ്പോൾ ഈ കിട്ടുന്ന ഒരു റേഷ്യോ ആണ്. ഈ റേഷ്യോയ്ക്ക് പറയുന്ന പേരാണ് സൈൻ തീറ്റ. അപ്പോൾ സൈൻ തീറ്റയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അത് നിങ്ങൾ നിർബന്ധമായിട്ടും ഓർത്തിരിക്കണം. സൈൻ തീറ്റ ഈസ് ഡിഫൈൻഡ് ആസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇനി നമുക്ക് അടുത്തൊരു റേഷ്യോ എടുക്കാം. അഡ്ജസന്റ് സൈഡ്. ബൈ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസന്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അഡ്ജസന്റ് സൈഡ്, നേരത്തെ ഓപ്പോസിറ്റ് സൈഡിനെയാണ് ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്തത്. ഇത് അഡ്ജസന്റ് സൈഡിനെയാണ് ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മറ്റൊരു റേഷ്യോ ആണ്, രണ്ടാമത്തെ റേഷ്യോ ആണ്. ഇതൊരു റേഷ്യോ ആണ്, ഇതൊരു റേഷ്യോ ആണ്. ഈ റേഷ്യോ, രണ്ടാമത്തെ റേഷ്യോയ്ക്ക് പറയുന്ന പേര് കോസ് തീറ്റ. അപ്പോൾ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ രണ്ട് റേഷ്യോ നമുക്ക് കിട്ടി. സൈൻ തീറ്റ എന്ന് പറയുന്ന റേഷ്യോയും കോസ് തീറ്റ എന്ന് പറയുന്ന റേഷ്യോയും നമുക്ക് കിട്ടി. അപ്പോൾ ഈ രണ്ടും ഡിഫറൻ്റ് ആണ് റേഷ്യോസ്. അടുത്ത മൂന്നാമത്തെ ഒരു റേഷ്യോ എടുക്കാം. മൂന്നാമത്തെ റേഷ്യോ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡിനെ അഡ്ജസന്റ് സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇതൊരു മൂന്നാമത്തെ റേഷ്യോ ആണ്. നേരത്തെയുള്ള രണ്ട് റേഷ്യോ ആയിട്ട് ഇതിന് വ്യത്യാസമുണ്ട്. അപ്പോൾ മൂന്നാമത്തെ റേഷ്യോ തന്നെയാണ്. ഈ റേഷ്യോയ്ക്ക് പറയുന്ന പേരാണ് ടാൻ തീറ്റ. ടാൻ തീറ്റ. അപ്പോൾ മൂന്ന് ഫണ്ടമെന്റൽ റേഷ്യോസാണ് ഉള്ളത്. സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഇനി അടുത്ത സെറ്റ് ഓഫ് റേഷ്യോസ് കിട്ടാനായിട്ട് ഇതിനെ തിരിച്ചിട്ടാൽ മതി. ഇതിനെ ഇന്റർചേഞ്ച് ചെയ്യണം. അതായത് ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് മേളിൽ പോവും, ഓപ്പോസിറ്റ് സൈഡ് താഴെ വരും. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് എഴുതാം.
ഹൈപ്പോട്ടന്യൂസ് മേളിലും ഓപ്പോസിറ്റ് സൈഡ് താഴെയും. അപ്പൊ നമുക്ക് നാലാമത്തെ റേഷ്യോ കിട്ടും. അതിന് പറയുന്ന പേരാണ് കൊസീക് തീറ്റ. അതായത് സൈൻ തീറ്റയിലെ ഹൈപ്പോട്ടന്യൂസിനെയും ഓപ്പോസിറ്റ് സൈഡിനെയും തിരിച്ചിട്ട് റെസിപ്രോക്കൽ എടുത്തു. അപ്പൊ സൈൻ തീറ്റയുടെ റെസിപ്രോക്കൽ എടുത്തു. എക്സിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1/x ആണ്. റെസിപ്രോക്കൽ ഓഫ് എക്സ് ഈസ് 1/x. അപ്പം റെസിപ്രോക്കൽ ഓഫ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ 1/sin തീറ്റ. അപ്പോൾ കൊസീക് തീറ്റ എന്ന് പറഞ്ഞാൽ 1/sin തീറ്റ ആണ്. ഇനി നമുക്ക് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അതിനെ തിരിച്ചിടാം. ഹൈപ്പോട്ടന്യൂസ് മേളിൽ പോവും, അഡ്ജസന്റ് താഴെ വരും. ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസന്റ്. അപ്പോൾ ഈ കോസ് തീറ്റയുടെ ഈ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ ഇന്റർചേഞ്ച് എടുക്കുന്നു. അപ്പോൾ കോസ് തീറ്റയെ തന്നെ ഇന്റർചേഞ്ച് ചെയ്യുന്നു, റെസിപ്രോക്കൽ എടുക്കുന്നു. അപ്പോൾ നമുക്ക് അഞ്ചാമത്തെ റേഷ്യോ കിട്ടും. അതിന് പറയുന്ന പേരാണ് സീക് തീറ്റ. സീക് തീറ്റ ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസന്റ് സൈഡ്. അപ്പോൾ കോസ് തീറ്റയെ തിരിച്ചിട്ടപ്പോഴാണ് സീക് തീറ്റ കിട്ടുന്നത്. അപ്പോൾ 1/cos തീറ്റ എന്ന് വരും. സീക് തീറ്റ ഈസ് 1/cos തീറ്റ. അപ്പോൾ 5 എണ്ണം കിട്ടി. 3 2 5. ഇനി നമുക്ക് ടാൻ തീറ്റയെ തിരിച്ചിടണം. അപ്പോൾ അഡ്ജസന്റ് മേളിൽ പോകും, ഓപ്പോസിറ്റ് താഴെ വരും. അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് താഴെ. അപ്പൊ ടാൻ തീറ്റയെ തിരിച്ചിട്ടപ്പോൾ നമുക്ക് ആറാമത്തെ റേഷ്യോ കിട്ടും. അതിന് കോട്ട് തീറ്റ എന്ന് പറയും. കോട്ട് തീറ്റ. അപ്പോൾ കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റയെ തിരിച്ചിടുന്ന 1/tan തീറ്റ. കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു 1/tan തീറ്റ. അങ്ങനെ നമുക്ക് 6 ഡിഫറെൻറ്റ് ട്രിഗണോമെട്രിക് റേഷ്യോസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിത് നോട്ട്സ് എഴുതിയെടുക്കണം. ഓക്കെ, ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ എഴുതിയെടുത്താൽ മതി. ഈ ഡെഫിനിഷൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. കൊസീക് തീറ്റ ഈസ് ഈക്വൽ ടു 1/sin തീറ്റ എന്ന് പഠിച്ചു. സീക് തീറ്റ ഈസ് ഈക്വൽ ടു 1/cos തീറ്റ എന്ന് പഠിച്ചു. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 1/cot തീറ്റ എന്ന് പഠിച്ചു. ഇനി 2 റിസൾട്ടും കൂടെ ഇവിടെ നിന്ന് പഠിക്കാനുണ്ട്. ഒന്നിതാണ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു, അതായത് സൈൻ തീറ്റയെ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് ടാൻ തീറ്റ എന്ന് കിട്ടും. പിന്നെ പ്രൂഫ് ഒന്നും നമുക്ക് വേണ്ട. അപ്പം ജസ്റ്റ് ഈ റിസൾട്ട് റിമെമ്പർ ചെയ്താൽ മതി. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. തിരിച്ചു എഴുതാം. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ഈ റിസൾട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമാണ്. അതുപോലെ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ, അതായത് ഇതിനെ തിരിച്ചിട്ടാൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ തിരിച്ചിട്ടാൽ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ കിട്ടും. അപ്പോൾ ടാൻ തീറ്റയെ തിരിച്ചിട്ടു. ടാൻ തീറ്റയെ തിരിച്ചിട്ടാൽ കിട്ടുന്നതാണ് കോട്ട് തീറ്റ. ടാൻ തീറ്റ 1/cot തീറ്റ അല്ലെങ്കിൽ കോട്ട് തീറ്റ ഇസ് ഈക്വൽ ടു 1/tan തീറ്റ. അതായത് ടാൻ തീറ്റയെ തിരിച്ചിട്ടാൽ കിട്ടുന്ന കോട്ട് തീറ്റ. ഇത്രയും റിസൾട്ട്സ് നിങ്ങൾ മെമ്മറൈസ് ചെയ്യണം. ഈ റിസൾട്ട് വെച്ചിട്ടാണ് ഇതിനകത്തുള്ള പ്രോബ്ലംസ് ചോദിക്കുന്നത്. അപ്പം നേരത്തെ പഠിച്ചതെല്ലാം ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ആണ്. ഇനി ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് നോക്കാം. 3 ഐഡൻറ്റിറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഐഡൻറ്റിറ്റി ഇതാണ്. സൈൻ സ്ക്വയർഡ് തീറ്റയും കോസ് സ്ക്വയർഡ് തീറ്റയും കൂടെ ആഡ് ചെയ്താൽ 1 കിട്ടും. ഈ ഫസ്റ്റ് ഐഡൻറ്റിറ്റിയാണ് ട്രിഗണോമെട്രിയിലെ. സൈൻ സ്ക്വയർഡ് തീറ്റ പ്ലസ് കോസ് സ്ക്വയർഡ് തീറ്റ ഈസ് ഈക്വൽ ടു 1. ഇതിനെ നമുക്കിങ്ങനെ എഴുതാം. സൈൻ സ്ക്വയർഡ് തീറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർഡ് തീറ്റ. അതായത് ഈ കോസ് സ്ക്വയർഡ് തീറ്റ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ സൈൻ സ്ക്വയർഡ് തീറ്റ ഈസ് ഈക്വൽ 1 മൈനസ് കോസ് സ്ക്വയർഡ് തീറ്റ എന്ന് കിട്ടും. ഇനി കോസ് സ്ക്വയർഡ് തീറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർഡ് തീറ്റ. ഇതാണ് ഫസ്റ്റ് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി. സൈൻ സ്ക്വയർഡ് തീറ്റ പ്ലസ് കോസ് സ്ക്വയർഡ് തീറ്റ ഈസ് ഈക്വൽ ടു 1. അതിൽ നിന്നാണ് ഈ 2 റിസൾട്ടും നമുക്ക് കിട്ടുന്നത്. അടുത്ത ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി രണ്ടാമത്തത്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം കാണാതെ പഠിക്കണം. 1 പ്ലസ് ടാൻ സ്ക്വയർഡ് തീറ്റ. വൺ പ്ലസ് ടാൻ സ്ക്വയർഡ് തീറ്റ ഈസ് ഈക്വൽ ടു 6 സ്ക്വയർഡ് തീറ്റ എന്ന് എഴുതാം. അല്ലെങ്കിൽ
tan squared theta is equal to sec squared theta minus 1 എന്ന് എഴുതാം. അല്ലെങ്കിൽ sec squared theta minus tan squared theta is equal to 1 എന്ന് എഴുതാം. എന്തുകൊണ്ടാണ്? ഈ tan squared theta റൈറ്റ് സൈഡിൽ കൊണ്ടുപോയാൽ sec squared theta minus tan squared theta is equal to 1 എന്ന് കിട്ടും. ഇതാണ് സെക്കൻഡ് ഐഡന്റിറ്റി ട്രിഗണോമെട്രിയിൽ. 3 എണ്ണം ഉള്ളത്, അതിൽ സെക്കൻഡ് ഐഡന്റിറ്റി. ഇനി തേർഡ് ഐഡന്റിറ്റി. തേർഡ് ഐഡന്റിറ്റി ഇതാണ്. 1 പ്ലസ് കോട്ട് സ്ക്വയർഡ് തീറ്റ ഈസ് ഈക്വൽ ടു കൊസീക്ക് സ്ക്വയർഡ് തീറ്റ. ഇതെല്ലാം കാണാൻ പഠിക്കണം. സൈൻ സ്ക്വയർഡ് തീറ്റ പ്ലസ് കോസ് സ്ക്വയർഡ് തീറ്റ ഈസ് ഈക്വൽ ടു 1 എന്നുള്ളത് കാണാൻ പഠിക്കണം. 1 പ്ലസ് ടാൻ സ്ക്വയർഡ് തീറ്റ ഈസ് ഈക്വൽ ടു സീ സ്ക്വയർഡ് തീറ്റ എന്ന് കാണാൻ പഠിക്കണം. 1 പ്ലസ് കോട്ട് സ്ക്വയർഡ് തീറ്റ ഈസ് ഈക്വൽ ടു കൊസീക്ക് സ്ക്വയർഡ് തീറ്റ എന്ന് കാണാൻ പഠിക്കണം. ഇനി നമുക്ക് കോട്ട് സ്ക്വയർഡ് തീറ്റ എഴുതാം. കൊസീക്ക് സ്ക്വയർഡ് തീറ്റ മൈനസ് 1. കോട്ട് സ്ക്വയർഡ് തീറ്റ ഈസ് ഈക്വൽ ടു കൊസീക്ക് സ്ക്വയർഡ് തീറ്റ മൈനസ് 1. അടുത്ത റിസൾട്ട് കൊസീക്ക് സ്ക്വയർഡ് തീറ്റ മൈനസ് കോട്ട് സ്ക്വയർഡ് തീറ്റ is equal to 1. 1 പ്ലസ് കോട്ട് സ്ക്വയർഡ് തീറ്റ എന്ന് പറഞ്ഞാൽ കൊസീക്ക് സ്ക്വയർഡ് തീറ്റയാണ്. ഇനി കോട്ട് സ്ക്വയർഡ് തീറ്റ എന്ന് പറഞ്ഞാൽ കൊസീക്ക് സ്ക്വയർഡ് തീറ്റ മൈനസ് 1 ആണ്. ഇനി കൊസീക്ക് സ്ക്വയർഡ് തീറ്റ മൈനസ് കോട്ട് സ്ക്വയർഡ് തീറ്റ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഈ റിസൾട്ടുകൾ നിങ്ങൾ മെമ്മറൈസ് ചെയ്യണം. ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ഈ റിസൾട്ടുകളെല്ലാം തന്നെ നമുക്ക് ആവശ്യമുണ്ട്. അടുത്ത നേരത്തെയുള്ള ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഫോമുലയും അതുപോലെ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റിയും യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്. കോസെ ടാനെ കൊസീക്കെ. കോസയും ടാനയും കൊസീക്കയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ 1 എന്ന് പ്രൂവ് ചെയ്യണം. നോക്കാം നമുക്ക്. ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ഇത് റൈറ്റ് ഹാൻഡ് സൈഡ്. ട്രിഗണോമെട്രിയിലെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്ത് സിംപ്ലിഫൈ ചെയ്തിട്ട് ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കോസെ. ടാനയ്ക്ക് പകരം ഒരു റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സൈനെ ബൈ കോസെ. അപ്പോൾ ഈ ടാനയുടെ റിസൾട്ട് സൈനെ ബൈ കോസെ ആണെന്ന് അറിയത്തില്ലെങ്കിൽ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ടാനയുടെ റിസൾട്ട് ബൈ ഹാർട്ട് ആകണം. ടാനെ ഈസ് ഈക്വൽ ടു സൈനെ ബൈ കോസെ. അടുത്ത കൊസീക്കെ എന്ന് പറഞ്ഞാൽ സൈനിൻ്റെ റെസിപ്രോക്കലാണ്, 1 ബൈ സൈനെ. അത് ആദ്യം എഴുതിയിട്ടുണ്ട്, 1 ബൈ സൈനെ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടുകളൊക്കെ നമ്മൾ എഴുതി. ടാനയ്ക്ക് പകരമുള്ള റിസൾട്ട് എഴുതി, കൊസീക്കയ്ക്ക് പകരമുള്ള റിസൾട്ട് എഴുതി. എന്നിട്ട് ഈ മേളിലും താഴെയും കോസയുണ്ട്, അത് വെട്ടിപ്പോവും. മേളിലും താഴെയും സൈനയുണ്ട്, അത് വെട്ടിപ്പോവും. ഇതെല്ലാം വെട്ടിപ്പോയാൽ പിന്നെ 1 ആണ്. ഇതെന്ന് പറഞ്ഞാൽ RHS ആണ്, റൈറ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അടുത്ത പ്രോബ്ലം. പ്രൂവ് ദാറ്റ് സൈനെ ടാനെ കൊസീക്ക് സ്ക്വയർഡ് എ ഈസ് ഈക്വൽ ടു CK. സൈനെ ടാനെ കൊസീക്ക് സ്ക്വയർഡ് എ ഈസ് ഈക്വൽ ടു CK. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്ത് സിംപ്ലിഫൈ ചെയ്ത് റൈറ്റ് ഹാൻഡ് സൈഡ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കാം, നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. സൈനെ, അത് ഫസ്റ്റ് റിസൾട്ടാണ്, അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. സൈനെ. ടാനയ്ക്ക് പകരം നമുക്ക് എഴുതാനുണ്ട് സൈനെ ബൈ കോസെ. കൊസീക്ക് സ്ക്വയർഡ്. കൊസീക്ക് എന്ന് പറഞ്ഞാൽ 1 ബൈ സൈനെ ആണ്. കൊസീക്ക് ഈസ് ഈക്വൽ ടു 1 ബൈ സൈനെ. അപ്പോൾ കൊസീക്ക് സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ 1 ബൈ സൈൻ സ്ക്വയർഡ്. ഇത് സൈനെ ഇൻറ്റു സൈനെ സൈൻ സ്ക്വയർഡ്. അപ്പോൾ മേളിൽ സൈൻ സ്ക്വയർഡ്, താഴത്തെ സൈൻ സ്ക്വയർഡ് ആയിട്ട് വെട്ടിപ്പോയി. ഇനി 1 ബൈ കോസെ എന്ന് വരും. 1 ബൈ കോസെ നമുക്കറിയാം CK ഇസ് ഈക്വൽ ടു RHS. വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. അടുത്ത പ്രോബ്ലം, മൂന്നാമത്തെ പ്രോബ്ലമാണ്. പ്രൂവ് ദാറ്റ് സൈനെ CK കോട്ടെ ഈസ് ഈക്വൽ ടു 1. ട്രിഗണോമെട്രിയിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്ത് റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ് എടുത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പ്രൂവ് ചെയ്യുക. നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. സൈനെ, അതിന് ചേഞ്ച് ഇല്ല. CKയുടെ റിസൾട്ട് നമുക്കറിയാമോ, കോസിന്റെ റെസിപ്രോക്കലാണ് സീക്ക്. അപ്പോൾ 1 ബൈ കോസെ എന്ന് എഴുതാം. CK ഈസ് 1 ബൈ കോസെ. കോട്ടയുടെ റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കോസെ ബൈ സൈനെ.
അപ്പോൾ എല്ലാം CKയുടെ റിസൾട്ട് എഴുതി, കോട്ടയുടെ റിസൾട്ട് എഴുതി. ഇത് അറിയത്തില്ലെങ്കിൽ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മെമ്മറൈസ് ചെയ്യണം. CK എന്ന് പറഞ്ഞാൽ 1/cos A ആണ്, കോട്ട എന്ന് പറഞ്ഞാൽ cos A by sin A ആണ്. ഇനി മേളിൽ sin A താഴെ sin A ക്യാൻസൽ ആയിപ്പോൾ, മേളിൽ cos A താഴെ cos A ക്യാൻസൽ ആയി. ആൻസർ 1 is equal to റൈറ്റ് ഹാൻഡ് സൈഡ്. ഇതൊക്കെ വളരെ കുഞ്ഞായിട്ടുള്ള പ്രോബ്ലംസ് ആണ്, വളരെ എളുപ്പമാണ്. അടുത്ത പ്രോബ്ലം tan x പ്ലസ് കോട്ട്. ലെഫ്റ്റ് സൈഡിൽ tan x ഉം കോട്ട് എക്സും തമ്മിൽ ആഡ് ചെയ്യുന്നു, റൈറ്റ് സൈഡിൽ സീക്കൻഡ് എക്സും കൊസീക്കൻഡ് എക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. tan x പകരം നമുക്ക് sin x by cos x എന്ന് എഴുതാം. പ്ലസ് cot x പകരം cos x by sin x. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. sin x ഉം തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ആണ്. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ sin സ്ക്വയർഡ് x, ഇത് പ്ലസ് ആണ്. ഈ cos x ഉം ഇങ്ങോട്ടാണ് മൾട്ടിപ്ലൈ, മേലോട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. cos x മൾട്ടിപ്ലൈ ചെയ്താൽ cos സ്ക്വയർഡ് x ബൈ ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. sin x ഉം cos x ഉം മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ sin x cos x അല്ലെങ്കിൽ cos x sin x. ഇത് sin സ്ക്വയർഡ് തീറ്റ പ്ലസ് cos സ്ക്വയർഡ് തീറ്റയാണ്. അത് ഫസ്റ്റ് റിസൾട്ട് ഐഡന്റിറ്റി ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. sin സ്ക്വയർഡ് തീറ്റ പ്ലസ് cos സ്ക്വയർഡ് തീറ്റ. തീറ്റയ്ക്ക് പകരം x, അപ്പോൾ എന്തായാലും എന്താ സെയിം ആണ്. sin സ്ക്വയർഡ് x പ്ലസ് cos സ്ക്വയർഡ് x എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 ബൈ cos x ഇൻറ്റു sin x is equal to, ഇത് 1 ബൈ cos x ആണ്. 1 ബൈ cos x ന്റെ വാല്യൂ sec x ആണ്. ഇത് 1 ബൈ sin x ആണ്. 1 ബൈ sin x ന്റെ വാല്യൂ cosec x ആണ്. ശ്രദ്ധിക്കണം, 1 ബൈ cos x എന്ന് എഴുതണം, 1 ബൈ sin x എന്ന് എഴുതണം, 1 ബൈ cos x ന് പകരം sec x എന്ന് എഴുതണം, 1 ബൈ sin x ന് പകരം cosec x എന്ന് എഴുതണം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്, നിങ്ങൾ എഴുതി പഠിക്കുക. അടുത്ത പ്രോബ്ലം, പ്രൂവ് ദാറ്റ് sin x ഇൻറ്റു cosec x മൈനസ് sin x is equal to cos സ്ക്വയർഡ് x. ഇവിടെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് is equal to, ഈ ബ്രാക്കറ്റ് മാറ്റണം. അതിന് sin x കൊണ്ട് cosec x നെ മൾട്ടിപ്ലൈ ചെയ്യണം, sin x കൊണ്ട് ഈ sin x നെ മൾട്ടിപ്ലൈ ചെയ്യണം. sin x ഇൻറ്റു cosec x, ഇത് പ്ലസ് ആണ്, ഇത് മൈനസ് ആണ്, അപ്പോൾ മൈനസ് sin x ഇൻറ്റു sin x. sin x ഇൻറ്റു sin x നമുക്ക് sin സ്ക്വയർഡ് x എന്ന് എഴുതാം. cosec x എന്ന് പറഞ്ഞാൽ 1 ബൈ sin x ആണ്. ഓക്കെ, അപ്പോൾ cosec x ന് പകരം 1 ബൈ sin x എന്ന് കൊടുത്തു. ഈ sin x ഉം ഈ sin x ഉം ക്യാൻസൽ ആവും. ക്യാൻസൽ ആയിട്ട് ഇത് 1 എന്ന് വരും, മൈനസ് ഇത് sin സ്ക്വയർഡ് x. ഈ റിസൾട്ട് നമ്മൾ പഠിച്ചാണ്, ആദ്യത്തെ ഐഡന്റിറ്റിയാണ്. 1 മൈനസ് sin സ്ക്വയർഡ് x എന്ന് പറഞ്ഞാൽ cos സ്ക്വയർഡ് x ആണ്, is equal to cos സ്ക്വയർഡ് x. അതാണ് റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് is equal to റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. LHS is equal to RHS. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രോബ്ലം. ഇത് പരീക്ഷയ്ക്ക് യോജിച്ചിട്ടുള്ളതാണ്. പഴയ റിവിഷനിൽ ഈ പ്രോബ്ലം പലതവണ യോജിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. സീക്ക് എന്ന് പറഞ്ഞാൽ 1 ബൈ cos x ആണ്. അപ്പോൾ sec സ്ക്വയർഡ് x എന്ന് പറഞ്ഞാൽ 1 ബൈ cos സ്ക്വയർഡ് x. sec സ്ക്വയർഡ് x ന് പകരം 1 ബൈ cos സ്ക്വയർഡ് x എന്ന് നമുക്ക് എഴുതാം. പ്ലസ് cosec സ്ക്വയർഡ് x ന് പകരം 1 ബൈ sin സ്ക്വയർഡ് x എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ആദ്യം sec x ന് പകരമുള്ള വാല്യൂ എഴുതി, അടുത്ത cosec x ന് പകരമുള്ള വാല്യൂ എഴുതി. ഇതിപ്പോൾ ഫ്രാക്ഷൻ ആണ്, അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യണം. അപ്പം ഈ sin സ്ക്വയർഡ് x ന് ഇങ്ങനെ മൾട്ടിപ്ലൈ ആണ്, ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ആണ്, കോണോട് കോണ് മൾട്ടിപ്ലൈ ആണ്. 1 ഇൻറ്റു sin സ്ക്വയർഡ് x എന്ന് പറഞ്ഞാൽ sin സ്ക്വയർഡ് x, ഇത് പ്ലസ് ആണ്. എന്നിട്ട് ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ആണ്, ഇങ്ങനെ മൾട്ടിപ്ലൈ ആണ്. cos സ്ക്വയർഡ് x കൊണ്ട് ഈ 1 മൾട്ടിപ്ലൈ ആണ്, അപ്പോൾ cos സ്ക്വയർഡ് x ബൈ
ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ആണ്, ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ കോസ് സ്ക്വയർഡ് എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർഡ് എക്സ് ഇസ് ഈക്വൽ ടു, ഇത് നമ്മൾ നേരത്തെ എഴുതിയതാ, സൈൻ സ്ക്വയർഡ് എക്സ് പ്ലസ് കോസ് സ്ക്വയർഡ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ബൈ കോസ് സ്ക്വയർഡ് എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർഡ് എക്സ്. അപ്പോൾ ഇത് 1 ബൈ കോസ് സ്ക്വയർഡ് എക്സ് എന്ന് എഴുതാം. 1 ബൈ കോസ് സ്ക്വയർഡ് എക്സ് എന്ന് പറഞ്ഞാൽ സീക് സ്ക്വയർഡ് എക്സ് ആണ്. ഇൻറ്റു ഇത് 1 ബൈ സൈൻ സ്ക്വയർഡ് എക്സ് എന്ന് വരും. 1 ബൈ സൈൻ സ്ക്വയർഡ് എക്സ് എന്ന് പറഞ്ഞാൽ കൊസീക് സ്ക്വയർഡ് എക്സ്. ഇതാണ് റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പം നമ്മൾ സീക് സ്ക്വയർഡ് എക്സിന് പകരം 1 ബൈ കോസ് സ്ക്വയർഡ് എക്സ് കൊടുത്തു, കൊസീക് സ്ക്വയർഡ് എക്സിന് പകരം 1 ബൈ സൈൻ സ്ക്വയർഡ് എക്സ് കൊടുത്തു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്തു. സൈൻ സ്ക്വയർഡ് എക്സ് പ്ലസ് കോസ് സ്ക്വയർഡ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി ഇതിനെ നമുക്ക് 1 ബൈ കോസ് സ്ക്വയർഡ് എക്സ് എന്നും 1 ബൈ സൈൻ സ്ക്വയർഡ് എക്സ് എന്നും എഴുതാം. 1 ബൈ കോസ് സ്ക്വയർഡ് എക്സ് എന്ന് പറഞ്ഞാൽ സീക് സ്ക്വയർഡ് എക്സ് ആണ്. 1 ബൈ സൈൻ സ്ക്വയർഡ് എക്സ് എന്ന് പറഞ്ഞാൽ കൊസീക് സ്ക്വയർഡ് എക്സ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ എഴുതി പഠിക്കണം. അടുത്ത പ്രോബ്ലം, പ്രൂവ് ദാറ്റ് 1 പ്ലസ് കോസ് എ ഇൻറ്റു 1 മൈനസ് കോസ് എ ഇസ് ഈക്വൽ ടു സൈൻ സ്ക്വയർഡ് എ. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള ഫോമിലാണ്. അപ്പോൾ അതിനെ നമുക്ക് എ സ്ക്വയർഡ് മൈനസ് ബി സ്ക്വയർഡ് എന്ന് എഴുതാം. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇസ് ഈക്വൽ ടു എ സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു എ സ്ക്വയർഡ് മൈനസ് ബി സ്ക്വയർഡ്. എ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 സ്ക്വയർഡ് മൈനസ് ബി എന്ന് പറഞ്ഞാൽ കോസ് എ. അപ്പോൾ 1 സ്ക്വയർഡ് മൈനസ് കോസ് സ്ക്വയർഡ് എന്ന് വരും. ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർഡ് എന്ന് വരും. 1 മൈനസ് കോസ് സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർഡ് എന്ന് നമുക്കറിയാം. ആദ്യത്തെ ഐഡൻറ്റിറ്റി ആണത്. ഇസ് ഈക്വൽ ടു സൈൻ സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു RHS. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അടുത്ത പ്രോബ്ലം, ഇത് സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഇതിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് ഇതിന് എ എന്ന് കൊടുക്കാം. അപ്പോൾ എ പ്ലസ് ഇത് ബി, എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർഡ് എന്ന് എടുക്കാം. എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർഡിൻ്റെ ആൾജിബ്രൈക് ഐഡൻറ്റിറ്റി ആണ്. എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ എ സ്ക്വയർഡ് പ്ലസ് ബി സ്ക്വയർഡ് പ്ലസ് 2ab. എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർഡ് ഈസ് എ സ്ക്വയർഡ് പ്ലസ് ബി സ്ക്വയർഡ് പ്ലസ് 2ab. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇത് സൈൻ എ, അപ്പോൾ സൈൻ സ്ക്വയർഡ് എ പ്ലസ് ബി സ്ക്വയർഡ്, ഇത് ബി ആണ്, അപ്പോൾ കോസ് സ്ക്വയർഡ് എ പ്ലസ് 2 ഇൻറ്റു എയുടെ സ്ഥാനത്ത് സൈൻ എ, ബിയുടെ സ്ഥാനത്ത് കോസ് എ. അപ്പോൾ എ സ്ക്വയർഡ് പ്ലസ് ബി സ്ക്വയർഡ് പ്ലസ് 2ab. ഇത് സൈൻ സ്ക്വയർഡ് തീറ്റ പ്ലസ് കോസ് സ്ക്വയർഡ് തീറ്റ. സൈൻ സ്ക്വയർഡ് എ പ്ലസ് കോസ് സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 പ്ലസ് 2 സൈൻ എ കോസ് എ. ഇതാണ് ആൻസർ. ഇങ്ങനെ ഈ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ എഴുതി പഠിക്കണം.